നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരമാണ് കനക. ഒരു പിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ ഇടയിൽ സ്ഥാനം പിടിക്കാൻ കനകയ്ക്കായി. മലയാളത്തിൽ മോഹൻലാലിന്റെ നായികയായും കനക ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ കൂടി അഭിനയിച്ച താരം തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ ഹിറ്റ് നായികയായി മാറുകയായിരുന്നു. സൂപ്പർ സ്റ്റാർ രജനികാന്തിനും മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം നായികയായി എത്തിയ കനക തിളങ്ങി നിന്ന സമയമായിരുന്നു കനകയുടെ അപ്രതീക്ഷിത പിൻവാങ്ങൽ. ഇപ്പോൾ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ട് മാറി തീർത്തും ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുകയാണ് കനക. അയൽപ്പക്കക്കാരുമായി പോലും ബന്ധമില്ലാത്ത കനക ആരോടും അടുക്കാൻ തയ്യാറല്ല. എന്നാൽ കനകയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പഴയകാല നടി കുട്ടി പത്മിനി എത്തിയിരുന്നു. കനകയുടെ അമ്മ ദേവികയുമായി അടുത്ത ബന്ധം കുട്ടി പത്മിനിക്കുണ്ടായിരുന്നു. ഈ പരിചയം വെച്ചാണ് കനകയെ കാണാൻ കുട്ടി പത്മിനി എത്തിയത്. കനകയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് കുട്ടി പത്മിനി തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയും ചെയ്തു. ഒപ്പം നടിയുടെ ഫോട്ടോയും പുറത്തുവിട്ടു. കനകയ്ക്ക് ചില നിയമസഹായങ്ങൾ വേണമായിരുന്നുവെന്നും അത് താൻ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും കുട്ടി പത്മിനി വ്യക്തമാക്കി. തനിക്ക് അഭിമുഖം തരാമെന്ന് കനക വാക്ക് നൽകിയിട്ടുണ്ടെന്നും കുട്ടി പത്മിനി പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു വിവരവുമായി കുട്ടി പത്മിനി എത്തി. കനക തന്റെ മെസ്സേജുകൾക്കൊന്നും മറുപടി നൽകുന്നില്ലെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നാലെ കുട്ടി പത്മിനിക്ക് നേരെ വിമർശനം വന്നു. തീർത്തും സ്വകാര്യ ജീവിതം നയിക്കുന്ന കനകയുടെ ഫോട്ടോ പുറത്തുവിട്ടത് ശരിയായില്ലെന്നും ഇതുകൊണ്ടാണ് നടി മറുപടി നൽകാത്തതെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. കനകയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ശരിയായില്ലെന്നും അഭിപ്രായം വന്നു. ഇപ്പോഴത്തെ വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് കുട്ടി പത്മിനി. കനകയെ പോയി കാണണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. 8 മാസം എന്റെ പ്രേക്ഷകർ കനകയെ പോയി കാണണമെന്ന് ആവശ്യപ്പെട്ടു. അവളെ പോയി കണ്ടപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞത് കുട്ടി പത്മിനി കള്ളം പറയുകയാണ്. ഞങ്ങൾ എത്രയോ നാളായി കനകയെ കാണാൻ ശ്രമിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഫോട്ടോ പുറത്തുവിട്ടത്. ഇതിൽ എന്താണ് എനിക്ക് പബ്ലിസിറ്റി? അവൾക്ക് ഇത്രയും ആരാധകരുള്ളത് എനിക്ക് ആശ്ചര്യമായി. അവളുടെ ഫോട്ടോ പുറത്തുവിട്ടതിൽ തെറ്റില്ല. അവൾ സന്തോഷമായാണ് ജീവിക്കുന്നത്. ഫോട്ടോ പുറത്തുവിടുമെന്ന് കനകയോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഫോട്ടോ എടുത്തതെന്നും കുട്ടി പത്മിനി വ്യക്തമാക്കി. അവൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യേണ്ടേ? പുതുവത്സര ആശംസകൾ അയച്ചപ്പോൾ മറുപടിയായി സ്മൈലി അയച്ചിട്ടുണ്ട്. അവൾക്ക് ഇപ്പോൾ സംസാരിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ സംസാരിക്കുമെന്നും കുട്ടി പത്മിനി വ്യക്തമാക്കി. കനകയ്ക്ക് കോടികളുടെ സ്വത്തുണ്ടെന്നും അച്ഛനുമായുള്ള സ്വത്ത് തർക്കം അവസാനിച്ചെന്നും നേരത്തെ കുട്ടി പത്മിനി പറഞ്ഞിരുന്നു. പഴകിയ വീട്ടിൽ നിന്നും മാറി താമസിക്കണമെന്ന് നടി ഉപദേശിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിൽ പോയ തന്റെ സ്ഥലത്തിന് നഷ്ടപരിഹാരം ലഭിക്കില്ലെന്ന് കനക തന്നോട് പറഞ്ഞു. വേണ്ടപ്പെട്ടവരെ കണ്ട് ഈ തുക വാങ്ങി തരാമെന്ന് താൻ ഉറപ്പു നൽകിയെന്നും കുട്ടി പത്മിനി അന്ന് വ്യക്തമാക്കി. എന്നാൽ പിന്നീട് സംസാരിക്കാൻ കനക തയ്യാറല്ലാത്തതിനാൽ താൻ നിസ്സഹായയാണെന്നും കുട്ടി പത്മിനി ചൂണ്ടിക്കാട്ടി. അമ്മ ദേവികയുടെ മരണശേഷമാണ് കനക എല്ലാത്തിൽ നിന്നും അകന്ന് ഒറ്റയ്ക്കുള്ള ജീവിതം ആരംഭിക്കുന്നത്. അമ്മയുടെ നിഴലിൽ വളർന്ന കനകയ്ക്ക് ഈ മരണം ഉൾക്കൊള്ളാനായില്ല. അടുത്തിടെ നടിയുടെ വീടിന് തീ പിടിച്ചത് വാർത്തയായിരുന്നു. ഫയർഫോഴ്സിനെ പോലും അകത്ത് കയറ്റാൻ കനക മടി കാണിച്ചിരുന്നു. പിന്നീട് ഒരുപാട് നേരം ഉദ്യോഗസ്ഥർ സംസാരിച്ചതിന് ശേഷമാണ് കനക വാതിൽ തുറന്നത്. ആ ബംഗ്ലാവ് കണ്ടാൽ പ്രേതഭവനം പോലെ ഉണ്ടെന്നാണ് അന്ന് പലരും അഭിപ്രായപ്പെട്ടത്. അത്രയും ശോഷിച്ച നിലയിലായിരുന്നു അത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.